അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അയാളോട് പണി നോക്കാൻ പറ. അയാൾ ആരാന്നാ? അമ്മയൊക്കെ കെട്ടി ഇറക്കിയത് അമ്മയുടെ പിന്നിലൊക്കെ ആരൊക്കെ ഉണ്ട് ഇതൊക്കെ പറയാൻ പഠിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ പഠിപ്പിക്കുകയാണ്. കോടതിയിൽ പോകാൻ വേണ്ടി അമ്മ ഈ പൈസയൊക്കെ കൊടുത്തത് മറ്റുള്ളവരാണ്, പൈസ ഇല്ലാത്ത ആൾ എങ്ങനെ കോടതിയിൽ പോകും? ഇതിനൊക്കെ മറുപടി എന്താണ് അമ്മേ? പണി വരുന്നുണ്ടവറാച്ച. സ്വപ്നനെ പഠിപ്പിച്ചില്ല, ചരിതാനെയും പഠിപ്പിച്ച പിണറായി. ആ പിണറായി എന്നാ പഠിപ്പിച്ചത്? ആ വണ്ടിപ്പെരിയാറി കഴിഞ്ഞ കൊച്ചിന്റെ ആ കൊന്നവനെ ആ SFIയുടെ ആ നേതാവും കൂടി എന്നെ പഠിപ്പിച്ചത്. എനിക്ക് മുസ്ലിം ലീഗിൽ പോകാം, എനിക്ക് BJP പോവാം, RCD പോവാം. എനിക്ക് ഈ പിണറായിയുടെ കൊണ്ടകടെ അനുവാദമൊന്നും വേണ്ട, അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എനിക്ക്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീധനല്ല ഞാൻ ചോദിച്ചത്. ആ കൊണ്ടോട് പറ, അവന്റെ ശ്രീധനല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ അവകാശപ്പെട്ടതാ. ഒരേ കട്ടിലെ കടത്താരെയൊക്കെ എടുത്തോണ്ട് പോയി കട്ടിലെ കൊണ്ടുപോയി വോട്ട് ചെയ്തതേ ഇവന്റെ കുടുംബം നന്നാക്കാൻ തന്നെയല്ല, ജനങ്ങളെ കൂടെ നോക്കാൻ വേണ്ടി വോട്ട് കൊടുത്തത്. അയാളുടെ കുടുംബത്തിലെ ശ്രീധനം ഞങ്ങൾ ചോദിക്കുന്നില്ല. അയാളെ പോലെ തുല്യ അവകാശമുള്ളവരാ ഈ അവകാശം ചോദിക്കണം. അയാളോട് പണി നോക്കാൻ പറ. ഇവര് പറയുന്നത് അമ്മ കോൺഗ്രസ്സുകാരിയാണ്, ഈ സർക്കാരിനെ അതെന്റെ എന്റെ സൗകര്യത്തിൽ പെട്ടതാ. അതാ ഞാൻ പറഞ്ഞ അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പറയിപ്പിക്കരുത്. അല്ലാതെ ഈ വൃത്തികെട്ട ഭാഷയുടെ ഒന്നും ഇറങ്ങാണ്ടല്ലോ. നാണെങ്കിൽ അത് സതീശനൊന്നും അല്ല, ഞങ്ങളുടെ വായിൽ നല്ലതുകൊണ്ട് പറയാൻ. രണ്ട് കെട്ടോനെ അടിപൊളി.